64-ാമത്തെ വയസ്സിൽ യാക്കോബായ സഭയുടെ അമരത്തേക്ക് വരികയാണ് ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. സഭയുടെ ചരിത്രത്തിൽ കാതോലിക്കയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. വിശ്വാസ സമൂഹം പ്രാർത്ഥനയോടെ കാതോലിക്ക വാഴിക്കൽ ചടങ്ങിന് കാത്തിരിക്കുമ്പോൾ ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇടയ വഴിയിലെ ഈ വലിയ നിയോഗത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഒരു ദൈവനിയോഗം ആയിട്ട് മാത്രമേ എന്നെ കാണുന്നുള്ളൂ. പിന്നെ സ്ഥാനത്തിന് മാറ്റം വരുമെങ്കിലും നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷ ബാവായുടെ കൂടെയും ബാവായുടെ അനാരോഗ്യത്തിലുമൊക്കെ തുടരുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ കൂടി ഒരു സ്ഥാനക്കയറ്റം വരുന്നു എന്നുള്ളത് അതിലുള്ള വെല്ലുവിളികളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നെ എല്ലാം ഒരു ദൈവം തരുന്ന ദാനമായി കണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കുക. 13-ാമത്തെ വയസ്സിൽ ശമാശനാവുക എന്നത് അപൂർവമാണല്ലോ. പൗരോഹിത്യത്തിലേക്ക് കടന്നു വരാൻ എന്തായിരുന്നു പ്രേരണ? അന്നിപ്പോൾ ചിന്തിക്കാനുള്ള പ്രായമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു പക്ഷേങ്കിൽ അന്ന് അതിനെ പ്രേരിപ്പിച്ച തിരുമേനി, പെരുമ്പള്ളി തിരുമേനി, ഗ്രിഗോറിയോസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ പ്രേരണയുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക്. അതിന് മുമ്പേ ഓൾട്ടർ ബോയ് ആയിരുന്നു 10 വയസ്സ് മുതൽ. അപ്പം ഈ ഒരു സ്പിരിച്വൽ ലൈഫ്, സഭയിലെ ശുശ്രൂഷകനാകുക എന്നുള്ളത് ചെറുപ്പം മുതൽക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിന് പ്രതീക്ഷിക്കാത്ത നിലയിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ അതിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സാധിച്ചു. അതും ഒരു ദൈവകൃപയായിട്ട് കാണുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ വൈദിക വേഷമിട്ടായിരുന്നല്ലോ പോയിരുന്നത്. അന്ന് സഹപാഠികളുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു? ഒരു കൊച്ചു പിള്ളേരല്ലേ, അപ്പം അവരത് കുട്ടികളിയായിട്ട് അതിനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പ്രച്ഛന്ന വേഷമായിട്ടുമൊക്കെ പലരും അതിനെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആ ഒരു പ്രായത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പം സിവിൽ ഡ്രസ്സിൽ പോകാനൊക്കെ അനുവാദം കിട്ടേണ്ടതായിരുന്നു. അതങ്ങനെ ആവശ്യപ്പെട്ടെങ്കിലും അത് ലഭിച്ചില്ല. പക്ഷേ പിന്നീട് എല്ലാവരും അതിനോട് അങ്ങോട്ട് സമരസപ്പെട്ടു. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ബാല്യകാലം, അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരിൽ നിന്നുമൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു ശരിക്കും. വൈദികനാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ വീട്ടുകാരുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാർക്ക് ഇത്രയും ചെറുപ്പത്തിൽ വേണ്ടായിരുന്നു, അത് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അപ്പൻ്റെയൊക്കെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അത് തിരുമേനി സമ്മതിച്ചില്ല. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് എന്തോ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നിരിക്കണം. അതുമൊക്കെ പിന്നോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പം അതൊക്കെ എന്നെ ഗ്രൂം ചെയ്യുന്നതിൽ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈവൻ ഫ്രം ചൈൽഡ്ഹുഡ് മുതൽ അങ്ങനെ ഗ്രൂം ചെയ്ത് വരാനായിട്ട് ആ ഒരു വിളിയും നിയോഗവും. പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുമായിരുന്നു. പരുമല തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ എന്ന പൈതൃകം എങ്ങനെയാണ് പൗരോഹിത്യ വഴിയിൽ സ്വാധീനം ചെലുത്തിയത്? ആ സ്വാധീനം നന്നായിട്ടുണ്ട്. പല ഡിസിഷൻ മേക്കിങ്ങിലും ഞങ്ങൾക്കൊക്കെ ഈ പുരോഹിതനാവുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാം, വെദർ ടു ബി എ സെലിബ്രേറ്റ് പ്രീസ്റ്റ് ഓർ എ മാരീഡ് പ്രീസ്റ്റ്. ആ തീരുമാനത്തൊക്കെ വന്നപ്പോഴൊക്കെ പരുമല തിരുമേനിയുടെ ഫാമിലി എന്നുള്ള നിലയിലും തിരുമേനിക്ക് ശേഷം ഉള്ള ഒരു പുരോഹിതനാണ് ആ ഫാമിലിയിൽ. അപ്പോൾ അത് പെരുമ്പള്ളി തിരുമേനി അവിടെയും എന്നെ സ്വാധീനിച്ചു. അപ്പം ഒരു ഡേറ പട്ടക്കാരനാകണമെന്നുള്ള ഒരു വിത്ത് എന്നിൽ പാകിയത് ശരിക്കും തിരുമേനിയാണ്. അതിങ്ങനെ മനസ്സിലിട്ട് കൊണ്ടു നടന്നു. കുറേ വർഷം ആലോചിച്ചു. പിന്നെ ഒരു സമയം വന്നപ്പോൾ ഡിസിഷൻ എടുത്തു. അതിൽ നിശ്ചയമായിട്ടും പരിശുദ്ധ പരുമല തിരുമേനിയുടെ കുടുംബത്തിലെ അദ്ദേഹത്തിന് ശേഷമുള്ള ഒരു വൈദികൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും പെരുമ്പള്ളി തിരുമേനി അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ രീതിക്ക് എന്നെ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ തീരുമാനം എൻ്റേത് മാത്രമായിരുന്നു. ശ്രേഷ്ഠ ബാവയുടെ വലങ്കയ്യായി പ്രവർത്തിക്കാൻ 2.5 ദശാബ്ദക്കാലത്തിലേറെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം എങ്ങനെയായിരുന്നു? ബാവായുടെ കൂടെയുള്ള 2.5 പതിറ്റാണ്ട് കാലം ഏകദേശം. ഈ കാലം അത്രയും പല നിലകളിൽ സഭാ സങ്കീർണതയിലൂടെ പോകുന്നൊരു ചർച്ചാണല്ലോ. അപ്പം ബാവ തിരുമേനി പലപ്പോഴും മേജർ ഈവൻറ്റ്സൊക്കെ വരുമ്പോൾ മറ്റൊന്നും ആലോചിക്കില്ല, നേരെ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കും. അങ്ങനെ എന്നിലെ എന്തൊക്കെയോ കഴിവുകൾ, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു ആത്മാർത്ഥത, അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. അത് പിന്നെ അനുസ്യൂതം അങ്ങ് തുടരുകയായിരുന്നു. അദ്ദേഹമാണ് കൂടുതലും ഈ ചർച്ചിൻ്റെ ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ബിഷപ്സിൻ്റെ ഇടയിൽ
എന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ബാവ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും അതിനെ മറക്കാനൊക്കുകയില്ല. 2002 ശ്രേഷ്ഠ ബാവയുടെ വാഴിക്കൽ ചടങ്ങിന് ചുക്കാൻ പിടിച്ചയാളാണ്. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ സഭയിലെ സാഹചര്യം എങ്ങനെ മാറിയിട്ടുണ്ട്? 2002 ശ്രേഷ്ഠ ബാവയുടെ സ്ഥാനാരോഹണം. അതിന് ചുക്കാൻ പിടിച്ചു. അത് ഒരു ദൗത്യമായി ഏറ്റെടുക്കുകയായിരുന്നു. സഭയുടെ ഇവിടെയുള്ള സഭാസമിതികളുടെ റിക്വസ്റ്റ്, ആ ദൗത്യവുമായിട്ട് മുന്നിട്ടിറങ്ങി. അത് വളരെ സക്സസ്ഫുള്ളായിട്ടത് നിറവേറ്റാൻ സാധിച്ചു. 2002 എന്ന് പറയുമ്പം അത് ഒരു അന്നത്തെ ചർച്ചിൻ്റെ ഒരു അന്തരീക്ഷം വ്യത്യസ്തമായിരുന്നു. അതിനുശേഷം ഉള്ള ചർച്ചിൻ്റെ 2017 വരെയുള്ള ചർച്ച് എന്ന് പറയുന്നത് വളരെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ചർച്ചിലുണ്ടായിരുന്നു. 2017 വന്നപ്പം വീണ്ടും ഒരു വ്യത്യസ്തമായ ഒരു സഭാന്തരീക്ഷം കേരള സമൂഹം മുഴുവൻ കണ്ടു. അതിങ്ങനെ തുടർന്നു പോരുമായിരുന്നു. അതിൽ ബാവ തിരുമേനി വളരെ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിലൊരു പ്രധാന കാരണം അന്നത്തെ പള്ളിപിടുത്തവും ഡെഡ് ബോഡി അടക്കാൻ പറ്റാത്തതും ജനങ്ങളുടെയും അച്ഛന്മാരുടെയും കണ്ണുനീരും ബലമായിട്ടൊക്കെ സ്വന്തം വിടവുകളിൽ നിന്നും പിടിച്ച് ഇറക്കപ്പെടുന്നതും റോട്ടിൽ ആരാധിക്കാത്തതും എല്ലാം അദ്ദേഹത്തിന് വല്ലാണ്ട്, അദ്ദേഹത്തിനെന്നല്ല എല്ലാവരെയും വല്ലാണ്ട് വേദനിപ്പിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ബാവ തിരുമേനി അഡ്മിനിസ്ട്രേഷൻ കാര്യത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. എനിക്ക് ആ സ്ഥാനം സഭ ഔദ്യോഗികമായിട്ട് അസോസിയേഷൻ കൂടി ആ സ്ഥാനം തരുന്നു. പിന്നെ ബാവ കത്തോലിക്കായി ഞാൻ മലങ്കര മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയുമായി കുറേ കാലം മുന്നോട്ട് പോകുന്നു. അന്നേരത്തെ ചർച്ചിൻ്റെ സിറ്റുവേഷൻ 2002 വെച്ച് നോക്കുമ്പം സിറ്റുവേഷൻ സിനാരിയോ കംപ്ലീറ്റ് മാറി. അപ്പോഴും ഒരു പ്രത്യാശ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നു. കുറേ പ്രയാസങ്ങളുണ്ടായെങ്കിലും അതിനൊക്കെ ഒരു ശമനമുണ്ടായി എന്ന് വേണം കരുതാനായിട്ട്. സ്വാഭാവികമായിട്ടും തുടർന്നും സഭയ്ക്കും ഒക്കെ വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾക്കൊക്കെ അനുസരിച്ച് എത്രമാത്രം ഉയർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വീണ്ടും ഈ പറഞ്ഞതുപോലെ എൻ്റെ കഴിവിനപ്പുറമായിട്ട് എൻ്റെ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവം നിലനിർത്തുന്ന സഭയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങനെ സഭയ്ക്ക് മാനമുണ്ടാകുന്ന രീതിയിൽ എന്നെ ഒരു ഉപകരണമാക്കി പ്രവർത്തിക്കട്ടെ, എന്നിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. നിശ്ചയമായിട്ടും ശ്രേഷ്ഠ ബാവ തിരുമേനി ഉയർത്തിപ്പിടിച്ച സഭയുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അവിടെ കോട്ടങ്ങളും നഷ്ടങ്ങളും ഒന്നും ആ വിശ്വാസത്തിൻ്റെ സധൈര്യമായിട്ടുള്ള മുന്നേറ്റത്തിനൊരു തടസ്സമായി നിൽക്കുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രേരണ നൽകുന്നു, നമ്മെ കൂടുതൽ ബലപ്പെടുത്തുന്നു നമ്മളുടെ വിശ്വാസി സമൂഹത്തിൻ്റെ കരുത്താർന്ന അവരുടെ ചെറുത്തുനിൽപ്പും ആ നഷ്ടത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന നിലകളിലേക്ക് സഭയെ സമൂഹമധ്യത്തിൽ ഉയർത്തിക്കാട്ടിയ ഒരു വിശ്വാസി സമൂഹം. അപ്പോൾ അവരുടെയൊക്കെ ഇടയനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ ഒക്കെയുള്ള ഭാഗ്യമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. ശ്രേഷ്ഠ ബാവയുടെ വിൽപ്പത്രത്തിൽ അങ്ങയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2005 തൃക്കുന്നത്ത് സെമിനാരിയിലെ സംഘർഷത്തിനിടെ തയ്യാറാക്കിയ വിൽപ്പത്രത്തിലും അങ്ങയുടെ പേര് തന്നെയാണുള്ളത്. ഇത് ശ്രേഷ്ഠ ബാവയ്ക്ക് അങ്ങയോടുള്ള ഒരു കരുതലിൻ്റെ തെളിവായി തന്നെ കണക്കാക്കേണ്ടതല്ലേ? വ്യക്തിപരമായിട്ട് ആ ഒരു കരുതലും ഒരു ഇഷ്ടവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊരു പക്ഷേങ്കിൽ അദ്ദേഹം എന്നെ അതുപോലെ പഠിച്ചിട്ടുണ്ടാവണം. അതിൽ നിന്നുമാണ് തുടർന്നുമുള്ള സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ യോഗ്യനാണ് എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടാകാം. പക്ഷേ നമ്മളുടെ ചർച്ച ഒരു ഡെമോക്രാറ്റിക് ചർച്ചാണ്. ഡെമോക്രാറ്റിക് ചർച്ച എന്നുള്ളതിൽ അതിന് സമിതികളും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ബോഡീസൊക്കെ ഉണ്ട്. അതിലൂടെയുള്ള അംഗീകാരമൊക്കെ അതിനാവശ്യമാണ്. അങ്ങനെയുള്ള നിലകളിൽ ആ കാര്യങ്ങളൊക്കെ ചർച്ച വന്നു. ബാവായുടെ ആഗ്രഹം സാധിക്കുന്നു എന്നുള്ളതിൽ അദ്ദേഹം സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെ പരസ്യപ്പെട്ട സാഹചര്യത്തിൽ അത് നടപ്പാവുന്നതിൽ സഭാമക്കൾക്കും സന്തോഷമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പിസ്കോപ്പൽ സുന്നഹദോസ് പ്രസിഡന്റാണ്, മലങ്കര മെത്രാപ്പൊലീത്തയാണ്, 2 പതിറ്റാണ്ടോളം എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറിയുമായിരുന്നു. അപ്പോൾ ഈ ഇത്രയും സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇതിൻ്റെ സഭയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച ശീലവുമുണ്ട്. എങ്കിലും ഇത്രയും വലിയൊരു പദവിയിലേക്ക് വരുമ്പോൾ
എന്താണ് ഏറ്റവും സങ്കീർണമായി കാണുന്നത്? അങ്ങനെയാണെങ്കിലും ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായ സുപ്രീം കോടതിയുടെ ചില പരാമർശങ്ങൾ സഭയെ സംബന്ധിച്ചുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ 2017 കോടതി വിധിക്ക് ശേഷം ഉണ്ടായ നടപടിക്രമങ്ങൾ, പള്ളി നഷ്ടപ്പെടുന്നതും സെമിത്തേരിയിലെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതും ഇതെല്ലാം കോടതിയുടെ പരിഗണനയിൽ വന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ആ കേസുകൾ ഇനി ഫൈനാലിറ്റിയാണ്, ഇനി അതേക്കുറിച്ചൊന്നും മിണ്ടണ്ട, ചർച്ച ചെയ്യേണ്ട, കോടതിയിലേക്ക് വരണ്ട എന്നൊക്കെയായിരുന്നു ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വീണ്ടും അതിലെ ചില ദ വേ ഇറ്റ് ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ്, അതൊരു ആരാധനാലയം എന്നുള്ള നിലയിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ പരിമിതികൾ പരിഗണിക്കാതെയാണ് ഈ കോടതി വിധി നടപ്പാക്കിയത് എന്ന് കോടതികൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് താഴെ കോടതിയിലും അവരത് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല, അവിടെ നിന്നൊരു വിധി അങ്ങനെ കിടക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് ഇൻഡയറക്റ്റായിട്ട് കോടതി പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഇപ്പം ശാശ്വതമായ ഒരു സമാധാനം സഭയിലുണ്ടാകണമെങ്കിൽ മറുവിഭാഗവും കൂടി വിചാരിക്കണം. കേസുകളൊക്കെ അവസാനിപ്പിച്ച് സഹോദരങ്ങളെ പോലെ സഹവസിക്കാമെന്നുള്ള ആശയത്തോട് അവരും കൂടി മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ അത് പ്രായോഗിക തലത്തിൽ വരികയുള്ളൂ. മറിച്ച് നിയമത്തിൻ്റെ വഴിയിൽ തന്നെ സഞ്ചരിച്ചാൽ മതി എന്നവർ തീരുമാനിച്ചാൽ നമുക്ക് ആ വഴി പോയേ ഒക്കത്തുള്ളൂ. എന്തായാലും വിശ്വാസപരമായ കാര്യങ്ങളിൽ സഭയുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമപരമായി നമ്മൾ അതിലേക്ക് നയിക്കപ്പെടുമ്പോൾ ആ വഴിക്ക് പോകണം. അതിൽ ജുഡീഷ്യൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നീതി സഭയ്ക്ക് ലഭിക്കാൻ വേണ്ടി അവസാനം വരെ അതിന് വേണ്ടിയിട്ട് പോരാടും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന അതല്ല. ആഗ്രഹിക്കുന്നത് ഒരു സഹോദരി സഭകളായി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യം വരണമെന്നുള്ളതാണ്. അതിന് ചർച്ചകൾക്ക് അവർ തയ്യാറാകുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് വരട്ടെ. അതല്ല, മറിച്ച് നിയമത്തിൻ്റെ വഴിയാണെങ്കിൽ ആ വഴിയെ പോകട്ടെ. കോടതി അന്തിമമായി ഇനിയും എന്താ പറയാൻ പോകുന്നത് അത് കേൾക്കാം. കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ സഭയുടെ വിശ്വാസം സംരക്ഷിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ സഹോദര സഭകളെന്നൊക്കെ പറയുമ്പോൾ രണ്ട് സഭകളും ലയിച്ച് ഒന്നാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഒരു 1.25 നൂറ്റാണ്ട് ഇതൊരു 2 സംവിധാനമായിട്ടാണ് പോകുന്നത്. 2 ഹെഡ്സ്, 2 തരം പഠിപ്പിക്കലുകൾ, 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 2 സെമിനാരികൾ, 2 തിയോളജിക്കൽ തോട്ട്സ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വ്യത്യസ്തത, വിശ്വാസപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, ഇതെല്ലാം വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിലുണ്ട്. ഒന്ന്, സഭയുടെ സ്വാതന്ത്ര്യ സ്വത്വബോധം അവരെ കൂടുതൽ ആ നിലയ്ക്ക് ചിന്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരൊക്കെ പരിശുദ്ധ സിംഹാസനത്തെക്കുറിച്ചൊക്കെ വിദേശീയ ആധിപത്യമെന്നൊക്കെ അവർ പ്രയോഗങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലയനം എന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധ പാത്രീർക്കീസ് ബാവ യാഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിട്ട് അവർ സ്വീകരിക്കേണ്ടവർ. അപ്പോൾ അദ്ദേഹത്തിന് ഈക്വലായിട്ട് മറ്റൊരു സ്ഥാനി പാടില്ലല്ലോ. അതിന് അവർക്ക് എത്രമാത്രം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രശ്നം അവരെ അലട്ടുന്നുണ്ട്. പിന്നെ ഈ പെട്രൈൻ ത്രോണിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രാധാന്യം, ആ പ്രാധാന്യത്തോടു കൂടി അത് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കണം. അതിനും ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ സഭ സ്വതന്ത്രമാണെന്നുള്ള അവരുടെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അവർക്കത് ഉപേക്ഷിക്കാൻ പ്രയാസമുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുമെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രായോഗിക തലത്തിൽ അവർക്ക് സ്വതന്ത്ര സഭയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം. അവർ ഈ ചർച്ചിൽ നിന്നും 1912 പിരിഞ്ഞുപോയ ഒരു ചർച്ചാണ്. അത് കോടതി വിധികളിലൂടെ നമ്മൾ വിഘടിത ഗ്രൂപ്പും അവർ യഥാർത്ഥ സഭയുമാണെന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ചില ലീഗൽ ആയിട്ടുള്ള ചില ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് പ്യൂർലി ലീഗൽ. അതിലൊരു ചരിത്രപരമായ യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ അതിലൊരു സത്യത്തിൻ്റെ അംശങ്ങളോ ഒന്നും അതിലധികമില്ല. നമ്മളൊരു പരമ്പരാഗതമായ വിശ്വാസത്തിൽ ഇന്നും നിലനിന്ന് പോകുന്നു, അതിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. അതിന് എവിടെ ചേഞ്ചസ്, അതിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ചിന്തിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ
അതിനോട് ചേരാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് 58 യോജിപ്പിന് ശേഷം വീണ്ടും ഒരു പിളർപ്പിലേക്ക് സഭ പോകേണ്ടതായിട്ട് വന്നത്. ആ പിളർപ്പിലേക്ക് പോയ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ 2-3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രക്സാണ് ഈ യോജിപ്പ് അല്ലെ ലയനം എന്നുള്ളതിന് സാധ്യമാകാത്തതിന് അവർക്കും അറിയാം, നമുക്ക് കൂടുതലും അറിയാം. ഓരോ യോജിപ്പിലൂടെ അങ്ങനെ ഒരു അസോസിയേഷൻ്റെ അകത്തേക്ക് നമ്മൾ വലിച്ചഴക്കപ്പെട്ടു. ആ അസോസിയേഷനിൽ പങ്കാളികൾ ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇടവക പള്ളികളെല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അന്ന് പാത്രിയർക്കീസ് ഹെഡായിരുന്നു. അന്ന് പാത്രിയർക്കീസിനെ ഇവിടെ വന്ന് പരിശുദ്ധ ബാവായി ഇവിടെ കൊണ്ടുവന്ന് കത്തോലിക്കായി വാഴിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ എല്ലാവരും വിശ്വസിച്ചു അത് ഒന്നായല്ലോ എന്നുള്ളത്. പക്ഷേ അതിന് ശേഷമാണ് അതിന് വ്യത്യസ്തമായിട്ടുള്ള പേട്രിയാർക്കിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ വരികയും പേട്രിയാർക്കിൻ്റെ ഇടപെടൽ സംബന്ധിച്ചുള്ള പല പരിമിതികൾ വയ്ക്കുകയും പുതിയ കണ്ടെത്തലുകൾ, പുതിയ സിംഹാസനവാദം, അതുപോലെ തന്നെ സ്വതന്ത്ര സഭാവാദം ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾക്ക് ആ ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ പഴയ സംവിധാനം തന്നെ തുടർന്നു. അതാണ് ഉണ്ടായത്. 1912 മുതൽ 58 വരെ എങ്ങനെയായിരുന്നു ആ സിസ്റ്റത്തിലേക്ക് തിരികെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പുതിയ സഭയായെന്നോ അല്ലെങ്കിൽ പുതിയൊരു നൂതന സഭയോടൊന്നും അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുകയില്ല. അവർ പക്ഷേ അങ്ങനെ വ്യാഖ്യാനിക്കാൻ അവർ ചില കണ്ടെത്തലുകൾ കോടതി വിധികളിലൂടെ അവർ നേടിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. കാതോലിക്ക വാഴിക്കൽ ചടങ്ങിനെതിരെ ഇപ്പോൾ മറുപക്ഷം ആരോപണവുമായി വന്നിട്ടുണ്ടല്ലോ. മറുവിഭാഗം അങ്ങനെ ഒരു പരാമർശം നടത്തി. അത് ഒട്ടും അങ്ങനെ ഒരു റിയാക്ഷൻ അവരുടെ ഭാഗത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഏത് കാലത്തും നമ്മളുടെ സഭയിൽ ബിഷപ്സ് വാഴിക്കുമ്പോഴും അല്ലെങ്കിൽ കാതോലിക്ക വാഴ്ചയ്ക്കുമൊക്കെ അവർ ലീഗലായിട്ട് അതിനെ ചലഞ്ച് ചെയ്യാറുണ്ട്. പള്ളികളിൽ കയറാതിരിക്കാനായിട്ട് സ്റ്റേ വാങ്ങിക്കുക. നമ്മൾ അവരുടെ ആരെയും പള്ളിയിൽ പോകുന്നില്ല, നമ്മുടെ ജനങ്ങളുള്ള ഇടങ്ങളിൽ പോകുന്നു, അവിടെ അവരോടൊപ്പം ആരാധിക്കുന്നു. അവർ അങ്ങനെ പറഞ്ഞതിൽ എനിക്കതിലത് വേദനയൊന്നുമില്ല. പക്ഷേ അത് ഒഴിവാക്കാമായിരുന്നെന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഗവൺമെൻറ് ഒരു ഡെലിഗേഷനെ വിടുന്നു, ഗവൺമെൻറ് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചു, സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇതിനു മുമ്പും അങ്ങനെയുള്ള ഇവൻറ്റ്സിനൊക്കെ വിടാറുണ്ടല്ലോ. ഇപ്പം പോപ്പിൻ്റെ അവിടെ മാർപ്പാപ്പയുടെ കർദിനാളിനെ വാഴിച്ചപ്പോൾ ഡെലിഗേഷൻ പോയി. പാത്രികീസ് സഭ കാലം ചെയ്തപ്പം, സക്കാബാവ കാലം ചെയ്തപ്പം UDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അനൂപ് ജേക്കബ് മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഒരു ഡെലിഗേഷൻ പോയി. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തതിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഒത്തിരി നന്ദിയുണ്ട്. ആ കാര്യത്തിൽ അതിൽ എല്ലാവരും ഉണ്ട്. പ്രതിപക്ഷ പാർട്ടികളുണ്ട്, ഭരണപക്ഷമുണ്ട്, ഘടകകക്ഷികളുണ്ട്, എല്ലാവരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഡെലിഗേഷനിൽ അതൊരു വിവാദമാക്കിയതിൽ നമുക്കും നമുക്കതിൽ വേദനയുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്ത് വരുന്ന റിയാക്ഷൻസാണ്. അതങ്ങനെ അതിന് വലിയ ഗൗരവം ഞാൻ കൊടുക്കുന്നില്ല, ഞങ്ങളാരും തന്നെ. സഭയുടെ വികസനം സംബന്ധിച്ച് അങ്ങയുടെ മനസ്സിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? സഭ സമൂഹത്തിൽ കുറച്ചുകൂടി സഭയുടെ സാന്നിധ്യം ഏതൊക്കെ നിലകളിൽ അറിയിക്കാൻ സാധിക്കും. സഭ എപ്പോഴും സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ചർച്ചയാണ്. നമ്മളുടെ സമൂഹം ഒരു മതബഹുലതയുള്ള നാടാണ്. അവിടെ സഭ എന്നതിലുപരിയായിട്ട് സമൂഹത്തിൻ്റെ സമൂലമായ പരിവർത്തനത്തിനും നന്മയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, സ്നേഹമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ, അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പക്ഷത്ത് നിൽക്കുന്നതിലൊക്കെ സഭയ്ക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ക്രിസ്ത്യാനി ആകണമെന്നോ ഹിന്ദു ആകണമെന്നോ മുസ്ലിം ആകണമെന്നോ ഒന്നുമല്ല. ഏത് മതത്തിൽപ്പെട്ടവരായാലും ആ എല്ലാ മതങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടും എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടും ഉള്ള നമ്മുടെ ഒരു വിശ്വാസ വഴിയുടെ സഞ്ചരിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇവിടെ ആരാധനാലയങ്ങളൊക്കെ തുടങ്ങുന്നതിനും പണിയുന്നതിനുമൊക്കെ ഇവിടുത്തെ ഹൈന്ദവരാണ് എന്നും ക്രിസ്ത്യാനികളെ സഹായിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള മറ്റ് മതങ്ങൾ ക്രിസ്തീയ സഭയെ എങ്ങനെ കാണുന്നുവോ അതിനെ നമ്മൾ ഒരിക്കലും ചെറുതായി കാണുന്നില്ല. അതുപോലെ തന്നെ മറ്റു മതങ്ങളെയും ആ ആദരവോടെയും ബഹുമാനത്തോടെയും കാണണം. മറ്റുള്ളവരെ മതത്തിലേക്ക് ആകർഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മതം മാറ്റി സഭയിലേക്ക് ചേർക്കുക എന്നുള്ളതൊന്നും നമ്മുടെ സഭ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വരുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളതൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. മനുഷ്യൻ നന്നാവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ മതം ഏത് തന്നെയായാലും ആ മതത്തിലൂടെ നല്ല മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ആ മതത്തിന് സാധിക്കണം. ആ മതത്തിൻ്റെ വിശ്വാസ സംഹിതകൾക്ക് സാധിക്കണം. അതിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു
ദൈവരാജ്യത്തിൻ്റെ സത്താപരമായ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഭയായിട്ട് വളരണം. പലപ്പോഴും നമ്മളുടെ സഭയ്ക്ക് ഈ വ്യവഹാരങ്ങളും തർക്കങ്ങളും ഒക്കെ മുഖാന്തരം പല മേഖലകളിലേക്കും എത്തിപ്പെടാനായിട്ട് അധികമൊന്നും സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും ഒരു ബാലൻസ്ഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ സഭയിലെ തിരുമേനിമാരെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. തുടർന്നും കാര്യങ്ങളിൽ സഭയുടെ ഇൻറ്റേർണലായിട്ടുള്ള സഭകൾ തമ്മിലുള്ളതായ പ്രശ്നങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ ഒരു പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം, ഏത് രീതിയിലായാലും ഒരു പരിഹാരം ഉണ്ടാവണം. അത് സഭയുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു വലിയൊരാഗ്രഹം മനസ്സിൽ ഒരു പ്രയോറിറ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. സഭാ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? നമ്മളുടെ സഭ ആ വിഷയം സംബന്ധിച്ച് ഒരു പരിഹാര മാർഗം എന്നുള്ള നിലയിൽ ആദ്യമേ തന്നെ പരിശുദ്ധ പത്രിക്കീസ് ബാവായുടെ ഇപ്പോഴത്തെ ബാവായുടെ പ്രഥമ സന്ദർശനത്തിൽ സഭയിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി മറുവിഭാഗവുമായിട്ട് ചർച്ച ചെയ്യാൻ ഒരു എപ്പിസ്കോപ്പൽ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് 2017 വേർഡിക്റ്റൊക്കെ വന്നതോടുകൂടി ചർച്ചയ്ക്കൊന്നും അവർ മുന്നോട്ട് വന്നില്ല, ചർച്ച നടന്നുമില്ല. അപ്പം ചർച്ച ചെയ്യാനായിട്ട് അവരും മറുവിഭാഗവുമായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് പരിശുദ്ധ ബാവായും ഞങ്ങളെല്ലാവരും തയ്യാറാണ്. ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നുള്ളതിന് വലിയൊരു ചരിത്രമുണ്ട്. ഈ 74 ശേഷമുള്ള ദൈർഘ്യമേറിയ കാലഘട്ടത്തിൽ ധാരാളം ചരിത്രമുണ്ട് സമാധാനം ഉണ്ടാവുന്നതിന് വേണ്ടി ചർച്ചകൾ. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. അത് ഫലം കാണാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇടയ്ക്ക് ഞാൻ പറയുകയുണ്ടായി. സഭ രണ്ടായി നിൽക്കുവാൻ പ്രേരിപ്പിച്ചതിന്, അല്ലെങ്കിൽ യോജിപ്പിന് ശേഷം വീണ്ടും വിഭജനമുണ്ടായതിൻ്റെ പ്രധാന കാരണം പരിശുദ്ധ പത്രിക്കീസ് ബാവായെ അംഗീകരിക്കുന്നതിൽ സ്വീകരിക്കുന്നതിൽ വന്നതായ വിമുഖതയും പുതിയ ചരിത്രം രചിച്ച് സഭ സ്വതന്ത്രമാണെന്ന് പറഞ്ഞതും തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ രണ്ടായിട്ട് പോകുന്നത് വീണ്ടും രണ്ടാവുന്നതിന് ആക്കം കൂട്ടി എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇപ്പം വിശ്വാസപരമായി പൗരോഹിത്യത്തിൻ്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ് എന്നുള്ളത് കാതലായ ഒരു വിശ്വാസമാണ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ സുറിയാനി സഭയുടെ കീഴിലുള്ള ആഗമാന സുറിയാനി സഭയുടെ കീഴിലുള്ള ഒരു സഭ എന്നുള്ള നിലയിൽ അതിൻ്റെ പൗരാണികതയുടെ ഒരു ആണിക്കല്ലാണ് പരിശുദ്ധ സിംഹാസനവും പൗരോഹിത്യത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സഭ എന്നുള്ള വാദങ്ങളും അതുപോലെ തന്നെ ഈ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം പരിശുദ്ധ സിംഹാസനമാണെന്നുള്ള കാര്യവും ഇത് രണ്ടും തമ്മിൽ കോറിലേറ്റ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രായോഗിക തലത്തിൽ രണ്ട് സഭകളായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്, രണ്ട് സഭകളായിട്ട് സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരമാർഗമായിട്ട് ഞങ്ങളുടെ സഭ കാണുന്നതും എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നതും. അതിലപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഒരു പരിധിയിൽ ഇപ്പോൾ നിൽക്കുന്നതല്ല. കാരണം ഇതെല്ലാം അനേകം പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം ദേവാലയങ്ങൾ സംഘർഷഭരിതമാകുന്നത് ദുഃഖകരമാണ്. ദേവാലയങ്ങളിൽ പോലീസിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേദനയുള്ള കാര്യമാണ്. ഈവൻ മൃതസംസ്കാരത്തിനും ശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് പോലും പോലീസിൻ്റെ സാന്നിധ്യം പലപ്പോഴും ഉണ്ടാകുന്നു. അതൊക്കെ ഒരു ദേവാലയ അന്തരീക്ഷത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുടർന്നു വന്ന ആ ഒരു സംഘർഷഭരിതമായ സഭാന്തരീക്ഷത്തിന് ഒരു മാറ്റമുണ്ടാവണം. അതിൽ നിന്ന് ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഒന്ന് മാറ്റി ചിന്തിക്കാൻ പറ്റിയാൽ വളരെ വേഗം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് സാധിക്കും. സഹോദരങ്ങളെ പോലെ സഹവസിക്കാനുള്ള സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർച്ച് 25 എന്ന തീയതി അങ്ങയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഷെമ്മാശനായത് മാർച്ച് 25, വൈദികനായത് മാർച്ച് 25, ഒടുവിലിപ്പോൾ കാതോലിക്കയായി വാഴിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ ചടങ്ങും മാർച്ച് 25-ന്. മാതാവിൻ്റെ വചനിപ്പ് പെരുന്നാൾ ദിനത്തിൽ ഇങ്ങനെയെല്ലാം ഒത്തുവരുന്നത് ഒരു നിയോഗമായി കരുതുന്നുണ്ടോ? നിശ്ചയമായിട്ടും അതൊരു മഹാഭാഗ്യമെന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇത്രയും ഉന്നതമായൊരു പദവിയിലേക്ക് ഇത്രയും അതിശ്രേഷ്ഠമായൊരു ദിനം തന്നെ, അതും എൻ്റെ നാൾ വഴികൾ, എൻ്റെ പിന്നിട്ട വഴികളിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത അത് പ്രാവർത്തികമായ ദിവസം തന്നെ അത് ആയി എന്നുള്ളതിൽ പരിശുദ്ധ
അമ്മയോടുള്ള വലിയ മധ്യസ്ഥത അതിൻ്റെ ഒരു മുഖാന്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു വലിയൊരു നിയോഗം തന്നെയാണ്. ഞാൻ ഇങ്ങനെയൊരു ഡേറ്റ് ഞാൻ പറഞ്ഞതല്ല, അത് പത്രികീസ് ബാവ ആ ഡേറ്റ് തിരഞ്ഞെടുത്തത് എനിക്ക് ആ ഡേറ്റും ഞാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുമല്ല. പക്ഷേ അതങ്ങനെ ഒരു കോയിൻസിഡൻ്റലായിട്ട് വന്നു ചേർന്നതാണ്. അതൊരു അനുഗ്രഹം തന്നെയാണ്. യാക്കോബായ സഭയെ ദീർഘകാലം സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും നയിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. കാതോലിക്ക വാഴിക്കൽ ചടങ്ങിന് റിപ്പോർട്ടർ ടിവിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.